നമസ്കാരം. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ 20 വർഷത്തെ ശിക്ഷാവിധി തടയണമെന്ന് ആവശ്യപ്പെട്ട LDF സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയിൽ. അയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട P ജയരാജന്റെ അറസ്റ്റിനു ശേഷം നടന്ന സംഘർഷത്തിനിടയിലാണ് പോലീസിന് നേരെ ഇയാൾ ബോംബെറിഞ്ഞത്. കേസിൽ വള്ളൂർ VK നിഷാദ്, TCV നന്ദകുമാർ, മിഥുൻ, KV കൃപേഷ് എന്നിവർ പ്രതികളായിരുന്നു. 2012 കേസിന് ആസ്പദമായ സംഭവം. നിലവിൽ പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. കൂടാതെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഇയാൾ. ശിക്ഷാവിധി പത്രികാ സമർപ്പണത്തിന് ശേഷമായതിനാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകും. എന്നാൽ വിജയിച്ചാൽ രാജിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇപ്പോൾ ഇയാൾ നിലവിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവരെ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. 20 വർഷത്തെ തടവിന് പുറമെ ഇരുവരും 2.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. കേസുമായി ബന്ധപ്പെട്ട CPM വലിയ പ്രതിരോധത്തിലാണ് ആയിരിക്കുന്നത്. പോലീസിന് നേരെ ബോംബെറിഞ്ഞ പ്രതിയെ തന്നെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് നിലവിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക്. ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പാർട്ടി ഒരിക്കലും സംരക്ഷിക്കുകയില്ല എന്ന് ഇടക്കാലത്ത് CPM നിലപാടെടുത്തിരുന്നു. ഇതിന്റെ ഘടകവിരുദ്ധമായ രീതിയിലാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് എങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി ഇത് വലിയ പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുമ്പോൾ VK സനൂജന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പാർട്ടി അവരെ സംരക്ഷിക്കേണ്ടി വരും എന്നു മാത്രം പറഞ്ഞ് തടിയൂരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ DYFI നേതാവ്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ VK നിഷാദിന്റെ അറസ്റ്റും. ചെറുതൊന്നുമല്ല പാർട്ടി ഇത് പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത്. ജനാധിപത്യം പറഞ്ഞു നടന്ന നേതാക്കന്മാർക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തന്നെ സംസാരിക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ ഏതൊരു കുറ്റകൃത്യവും ഏത് പാർട്ടി അണി ചെയ്താലും തങ്ങൾക്ക് അവരെ സംരക്ഷിക്കണം എന്ന നിലപാടിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടി. ജനങ്ങളുടെ മുന്നേ തന്നെ ഇത് പാർട്ടിക്ക് പറയേണ്ടി വരുന്നു. അത്തരമൊരു വലിയ ഗതികേടിലാണ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശബരിമല കേസിലെ വലിയ പ്രതിരോധമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പരുങ്ങലിലാണ് ഇടതുപക്ഷം ഇപ്പോൾ. പത്മകുമാറിന്റെ അറസ്റ്റും അതിനുശേഷമുള്ള കടകംപള്ളിയിലുള്ള അന്വേഷണവും ഇപ്പോൾ പല കള്ളത്തരങ്ങളും വെളിവാകുന്നതും ഒക്കെയായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ അങ്കലാപ്പിലാണ് പാർട്ടി. അതിനിടയിലാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ ജയിലിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പാർട്ടി പ്രതികളെ, കുറ്റവാളികളെ സംരക്ഷിക്കയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് എത്രയോ അകലെയാണ് ഇപ്പോൾ പാർട്ടി. ഒളിഞ്ഞും തെളിഞ്ഞുമാണ് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ തെളിവിൽ തന്നെ, വെളിച്ചത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യേണ്ട ഗതികേട് പാർട്ടിക്ക് ഒരിക്കലും ഭൂഷണമല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.